+2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സെക്കൻഡ് ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റിൽ വരുന്നതാണ് വി ലുക്കപ്പ് ആൻഡ് എച്ച് ലുക്കപ്പ് ഫംഗ്ഷൻ. ഈ രണ്ട് ഫങ്ഷൻസും തിയറിക്കും പ്രാക്ടിക്കലിനും ഒരുപോലെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത് വളരെ എളുപ്പമുള്ള രണ്ട് ഫങ്ഷൻസാണ്. അതായത് ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക, നമ്മൾ തിരഞ്ഞെടുത്ത് കണ്ടുപിടിക്കുക. വി ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലായിട്ട് സെർച്ച് ചെയ്തൊരു ആൻസർ കണ്ടെത്തുക. എച്ച് ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ട് സെർച്ച് ചെയ്ത ആൻസർ കണ്ടെത്തുക. വി ലുക്കപ്പ് വെർട്ടിക്കൽ ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോളം വൈസ്. നമ്മൾ കോളം വൈസാണ് സെർച്ച് ചെയ്യാനുള്ളത്. അത് മുകളിലേക്കും താഴേക്കും നോക്കിയാണ്. അതാണ് ബൈ ലുക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ സെർച്ച് ചെയ്യുന്നു. എച്ച് ലുക്കപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫൈൻഡ് സംതിങ് ബൈ ലുക്കിംഗ് സൈഡ് ബൈ സൈഡ്, ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ ഇൻ എ റോ. നമ്മൾ റോ വൈസാണിത് സെർച്ച് ചെയ്യുന്നത്. അതായത് സൈഡ് ബൈ സൈഡ് സെർച്ച് ചെയ്തിട്ട് നമ്മൾക്ക് ആവശ്യമുള്ളത് കണ്ടെത്തുന്നു. അപ്പോൾ അതിനാണ് ഈ രണ്ട് ഫങ്ഷൻസ് ഉപയോഗിക്കുക. ഈ ഫങ്ഷൻസ് വെച്ച് എങ്ങനെയാണ് കണക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഫ്രം ദ ഫോളോയിങ് ടേബിൾ ഫൈൻഡ് ഔട്ട് ദ ബേസിക് വേ ഓഫ് മിസ്റ്റർ അജിത് യൂസിങ് വി ലുക്കപ്പ് ഫംഗ്ഷൻ യൂസിങ് എംപ്ലോയി കോഡ് 1846. അതായത് അജിത്ത് എന്ന് പറയുന്ന എംപ്ലോയി കോഡ് തന്നിട്ടുണ്ട് 1846 ആണെന്ന്. ആ എംപ്ലോയി കോഡ് ഉപയോഗിച്ച് നമ്മൾ അദ്ദേഹത്തിൻ്റെ ബേസിക് വേ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈസിക്കൽ ടു വി ലുക്കപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് സെർച്ച് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾക്ക് കണ്ടെത്തുന്നതിന് വേണ്ടി തന്നിരിക്കുന്നത്. നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? 1846 എന്ന എംപ്ലോയി കോഡാണ് തന്നിരിക്കുന്നത്. ഒന്നുകിൽ 1846 എന്ന് ടൈപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ ആ സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുക, കൊമ. നെക്സ്റ്റ് എന്താണ്? അറേ ഇൻഡെക്സ്. അറേ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വെയർ ടു ലുക്ക്, നമ്മൾ എവിടുന്ന് ഏത് സെല്ല് വരെയാണ് ഇത് നോക്കി കണ്ടെത്താനുള്ളത്. ഇവിടെ ബ്ലാക്ക് കളറിലാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഫോർമുല ബാറിൽ നോക്കുക, അവിടെ അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. A1 to C5 വരെയുള്ള സെല്ലുകളിലാണ് സെർച്ച് ചെയ്യാനുള്ളത്. അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? കോമ കൊടുക്കുന്നു. ഇവിടെ കറക്റ്റായിട്ട് അപ്പോൾ തെളിഞ്ഞ് വരുന്നുണ്ട്. നെക്സ്റ്റ് കോളം ഇൻഡെക്സ് നമ്പർ ഇൻ ദ അറേ. കോളം ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എത്രാമത്തെ കോളത്തിലാണ് ഈ ഡാറ്റ സെർച്ച് ചെയ്യാനുള്ളത്. ഇത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളത്തിലാണ് ബേസിക് വേ വരുന്നത്. അപ്പോൾ ഇവിടെ 3 എന്ന് കൊടുക്കുക. മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ സെർച്ച് ചെയ്യണം. ലാസ്റ്റ് എന്താണ്? നമ്മൾ ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് കൊടുക്കണം. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന എംപ്ലോയി കോഡ് വെച്ച് എക്സാക്റ്റ് ആ ഒരു എംപ്ലോയിയുടെ തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ എപ്പോഴും ഫോൾസ് ആണ് കൊടുക്കാനുള്ളത്. അപ്പം ഞാൻ ഇപ്പോൾ അവിടെ ഫോൾസ് കൊടുക്കുകയാണ്. ട്രൂ എന്തിനാണ് കൊടുക്കുന്നതെന്ന് പറയാം. അപ്പം നമ്മൾക്ക് കൊടുത്തിരിക്കുന്ന എംപ്ലോയി കോഡ് വെച്ച് അദ്ദേഹത്തിൻ്റെ ബേസിക് പേ എത്രയാണെന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ ഫോർമുല ബാറിൽ അതിൻ്റെ ആൻസറും കിട്ടും. ഇനി ട്രൂ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഒരു ക്ലാസ്സിൽ കുട്ടികളുടെ എല്ലാം മാർക്ക് കൊടുത്തിരിക്കുകയാണ്. നമ്മൾക്ക് 90 മാർക്കുള്ള കുട്ടിയുടെ പേരാണ് വേണ്ടത്. പക്ഷേ ആ ലിസ്റ്റിൽ 90 മാർക്കുള്ള കുട്ടിയില്ല. നമ്മൾക്ക് അതിനടുത്തുള്ള ഏതെങ്കിലും ഒരു മാർക്ക് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കേസിലാണ് അവിടെ ട്രൂ കൊടുക്കുന്നത്. അപ്പോൾ 90-നടുത്ത് വരുന്ന മാർക്ക് 88 85 മാർക്കുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പേരവിടെ ലിസ്റ്റ് ചെയ്യും. അപ്പം എക്സാക്റ്റായിട്ട് വേണ്ട, അതുമായിട്ട് നിയറസ്റ്റ് വരുന്ന എന്തെങ്കിലും ഒരു ഡാറ്റ മതി എന്നുള്ളപ്പോഴാണ് നമ്മൾ ട്രൂ എന്ന് ഈ ലാസ്റ്റിൽ ഉപയോഗിക്കുന്നത്. അടുത്തത് വി ലുക്കപ്പ് ഫംഗ്ഷൻ നോക്കാം. എച്ച് ലുക്കപ്പ് ഫംഗ്ഷൻ നോക്കാം. എച്ച് ലുക്കപ്പ് ഫംഗ്ഷൻ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ഫൈൻഡ് ഔട്ട് ദ ആക്ച്വൽ പ്രോഫിറ്റ് ഫോർ Q2 യൂസിങ് എച്ച് ലുക്കപ്പ് ഫംഗ്ഷൻ. എച്ച് ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് Q2 പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സൈഡ് ബൈ സൈഡാണ് നോക്കുന്നത്. അതായത് റോ വൈസ് സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ കണ്ടെത്തുന്നത്. Q2 എന്ന് ഇത് ആദ്യം Q1 ആണ്, രണ്ടാമത് Q2 ആണ്, പിന്നെ Q3, Q4. എച്ച് ലുക്കപ്പ് ഫംഗ്ഷൻ ആദ്യമേ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഈസിക്കൽ ടു എച്ച് ലുക്കപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് എന്താണ്? സെർച്ച് ക്രൈറ്റീരിയൻ കൊടുക്കുന്നു. സെർച്ച് ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാർട്ടറിലെ പ്രോഫിറ്റാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആ സെക്കൻഡ് ക്വാർട്ടർ അവിടെ സെലക്ട് ചെയ്യുന്നു. അത് ഏത് സെല്ലിലാണ് കിടക്കുന്നത്? C17 എന്ന സെല്ലിലാണ് കിടക്കുന്നത്. അപ്പം നമ്മളിവിടെ C17 എന്ന സെല്ല് സെലക്ട് ചെയ്തു.
കോമ കൊടുക്കുന്നു. നേരത്തെ പോലെ തന്നെ സെർച്ച് അറേ കൊടുക്കണം. സെർച്ച് അറേ എന്ന് പറഞ്ഞാൽ വെയർ ടു ഫൈൻഡ്, നമ്മൾക്ക് കണ്ടെത്താനുള്ള ഡാറ്റ ഏത് സെല്ല് തൊട്ട് ഏത് സെല്ല് വരെയാണ് കിടക്കുന്നത് അത്രയും സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുക. കോമ കൊടുക്കുക. നേരത്തെ പോലെ തന്നെ നേരത്തെ നമ്മൾ കോളം വൈസ് ആയിരുന്നു സെർച്ച് ചെയ്ത്, ഇവിടെ റോ വൈസ് ആണ്. എത്രാമത്തെ റോയിലാണ്? 1, 2, 3, 4th റോയിലാണ് പ്രോഫിറ്റ് കിടക്കുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് റോയുടെ നമ്പർ കൊടുക്കുന്നു, 4 എന്ന് കൊടുക്കുന്നു. എക്സാക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് വേണം. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് കൊടുക്കുന്നു? ഫോൾസ് എന്ന് കൊടുക്കുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. നമുക്ക് സെക്കൻഡ് ക്വാർട്ടറിലെ പ്രോഫിറ്റ് 12,000 എന്ന് ആൻസർ കിട്ടും.